മറ്റൊരു കാര്യം ഈ പലതരത്തിൽ പ്രചരിക്കുന്നതാണ് മുസ്ലിം ലീഗ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അധിക സീറ്റ് ആവശ്യപ്പെടും, മുന്നണിയിൽ ആവശ്യപ്പെടും. ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങളിങ്ങനെ ഒരു ദിവസമായിട്ട് ചില ചാനലുകൾ വാർത്ത കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ലീഗിന്റെ കാര്യമൊക്കെ ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് ചില ചാനലുകൾ അറിയുന്നതും അവർ ചർച്ചയ്ക്ക് കൊടുക്കുന്നതും ഒക്കെ എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ല, വലിയ ചർച്ച ആക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. എവിടുന്നാണ് ഇവർക്കൊക്കെ ഭയങ്കര ശക്തിയാണ്. അതെ, മറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഭയങ്കരമായ സ്ഥാനാർത്ഥികളൊക്കെ പുറത്തു വന്നു, പ്രചരണം തുടങ്ങി. 3 ടേം കൊടുത്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ 4 സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ചർച്ചകളൊക്കെ തന്നെ പൊടി പൊടിക്കല്ലേ. പക്ഷെ ചെറിയൊരു പ്രശ്നം ഞങ്ങൾ അറിയത്തില്ല. അല്ല, ലീഗില് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നടപ്പിലാക്കപ്പെടാറില്ല. ഇത്തവണ അതുണ്ടാകും. അല്ല, അതന്നെ ഞാൻ പറഞ്ഞു. ഭാവനയിൽ കണ്ടിട്ട് പിന്നെ ചാനലിങ്ങനെ വരുമ്പോ ഞങ്ങളും അന്തപ്പെട്ട് നിൽക്കുകയാണ്. എടാ, നമ്മളറിഞ്ഞിട്ടില്ലല്ലോ അത് എവിടെതാ വരുന്നത്. ഞങ്ങളെല്ലാം തമ്മിൽ പറഞ്ഞ് ചിരിക്കുകയാണ്. അത് വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാതെ ഇങ്ങനത്തെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊളിയില്ലേ. കൊടുത്തോലെ ഒരു ഇതാണ് പൊളിയുന്നത്. കാരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയത്തിന്റെ ഒരു ടൈം പോലും അല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമില്ല. പറഞ്ഞ് വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ചോദ്യം മാധ്യമങ്ങളുടെ അടിയിൽ നിന്ന് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ ടേം സംബന്ധിച്ചും കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് സംബന്ധിച്ചും മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. സാധാരണ പോലെ തന്നെ സമയം വരുമ്പോൾ മുസ്ലിം ലീഗ് കൃത്യമായി തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കുക. ഇതുവരെ വന്ന വാർത്തകളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല.